എടാ പ്രയർ സ്റ്റാർട്ട് ചെയ്യായിരുന്നല്ലേ? മിസ് വരൂലെന്ന് സ്റ്റാർട്ട് ചെയ്യടാ ആരെങ്കിലും. ഐഷ ഷാജിയായിരുന്നു പ്രയർ. ഞാൻ കേറിയിട്ടുണ്ട്. മിസ് Start ഒന്നും ചെയ്തോ? വന്നിട്ടില്ലല്ലോ, ഞാൻ നോക്കിട്ടോ. മിസ് പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തോളാം. അതെ. സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞാന് മൊഹീദ്ദീൻമാലയാണ് പാടാൻ പോണത്. അല്ലാ തിരുപേരും സ്തുതിയും സ്വലവാറ്റും അതിനായി തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബർ ആലം ഉടയവൻ ഏകല്ലരുളാലേ ആയേ മുഹമ്മദവർക്കിലാണോവർ എല്ലാ കിളയിലും വൻകിളായോവർ എല്ലാ ദിശയിലും കേളി മികച്ചോവർ സുൽത്താനുൽ ഔലിയ എന്ന പേരുള്ളോവർ ചെയ്തവർ തായും ഭാവയുമാണോവർ ഭാവമുതുവിന് മുതുവായി വന്നോവർ വാനം അതേഴിലും കേളി നിറഞ്ഞോവർ ബിൽകുതുബി റബ്ബാനി വൽഔസി സമദാനി നജ്ജൈന മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. താങ്ക് യു. Good morning, ma'am. Good morning, friends. Thought of the day. To assist a child, we must provide him with an environment which will enable him to develop freely. ഒരു കുഞ്ഞിനെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവനെ സ്വതന്ത്രമായി വളരാൻ കഴിയുന്ന ഒരു ചുറ്റുപാട് നാം ഒരുക്കണം. ഡോക്ടർ മരിയ മോണ്ടിസോറി. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് മാം. Good morning. Very good morning to all of you. Good morning. Hello, ma'am. Signing ഞാനാണ് പറയുന്നത്. Okay, please. Good morning, ma'am. Good morning, friends. ഞാനിത് പറയുന്നത് നമ്മുടെ 16-ാം തീയതിത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. Voice is breaking. എടാ ഫോണ് കുറച്ച് മാറ്റി നിന്ന് സംസാരിക്കോ, ഒന്നും കേൾക്കുന്നില്ല. ഹലോ, ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല, സമ്മതിക്കുന്നില്ല മാം. കുട്ടിയുടെ പ്രശ്നമല്ല അഞ്ജലി, അത് പ്രോബ്ലം ഇല്ല. വോയിസ് ബ്രേക്ക് ആവുന്നു. എനിക്ക് മാത്രമാണോ എന്ന് അറിയില്ല കേട്ടോ. ബ്രേക്ക് ആവുന്നുണ്ട് മാ, ബ്രേക്ക് ആവുന്നുണ്ട്. കുട്ടിയോട് നിന്നാട്ടെ, കുഴപ്പമില്ല. ആണോ? ഓക്കെ മാം. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, കുറച്ച് ഫീബിൾ ആണ്. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്തേ, നല്ല റേഞ്ച് ഉള്ള എവിടെയെങ്കിലും. പറഞ്ഞോ. മാം, അന്ന് ക്ലാസ് കണ്ടപ്പോ എങ്ങനെയാണ് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മാം. അപ്പോ അന്ന് ഫസ്റ്റ് വന്നിട്ടപ്പോ എല്ലാവരും ഓൺലൈനിൽ കണ്ടുള്ള പരിചയമേ ഉണ്ടായിട്ടുള്ളൂ. നേരിട്ട് എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോ ഞങ്ങൾ വന്നപ്പോ തന്നെ കുറെ പേര് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടു. പക്ഷെ അവർ പരിചയപ്പെട്ടപ്പോ പരിചയപരമായിട്ടൊന്നും തോന്നിയില്ല. ബോയ്സ് എല്ലാവരും നല്ല ഇതായിരുന്നു. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്നപ്പോ തന്നെ നമ്മുടെ മിസ് ആയിരുന്നു വന്നത്. മിസ് വന്നു, ഞങ്ങളെ ഗ്രൂപ്പായിട്ട് തിരിച്ചു, 3 ഗ്രൂപ്പായിട്ട്. അങ്ങനെ മിസ് ഞങ്ങൾക്ക് കുറെ അങ്ങനെ മിസ് പഠിപ്പിച്ചു തന്നായിരുന്നു. കുറെ മോണ്ടിസോറിയുടെ ഐറ്റംസുകളൊക്കെ ഇഷ്ടമുള്ളത്. അപ്പോ
നമുക്ക് ആ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അഞ്ജലിയുടെ ഫീലിങ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും. യെസ് മാം മനസ്സിലായി. ഞങ്ങള് ലൈവായിട്ട് കണ്ടത് കാരണം ആ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റും. അതെ, ഇതുവരെയും കേട്ടുമുട്ടിയവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോഴുള്ള ഒരു എന്താ പറയാ ആ ഒരു ഫീലിങ്സ് അല്ലേ. പിന്നെ ഫോർ ദ ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് ഒരു ബാച്ചിൽ ഞാൻ മാത്രമായിട്ട് വരുന്നത്. മറ്റേത് ടീച്ചേഴ്സ് ആരെങ്കിലും കൂടി ഉണ്ടാവുമായിരുന്നു. അവർക്ക് കുറച്ച് തിരക്കുകളായത് കാരണമാണ് ഞാൻ മാത്രമായിട്ട് ഒരു ബാച്ചിന് എനിക്ക് മുഴുവൻ കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. മറ്റേത് ഞങ്ങൾ 2-3 പേര് കാണും. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗ്രൂപ്പിന്റെ അടുത്തേക്ക് ഓരോരുത്തരൊക്കെ ആയിട്ട് പോകും. അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. ഓക്കെ ഫൈൻ. ഓക്കെ, സോ നെക്സ്റ്റ് സാറ്റർഡേ പറ്റിയില്ല. സോറി മാം. ഞങ്ങക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് അഞ്ജലിയുടെ ഫീലിങ്സ് മനസ്സിലായി. ഓക്കെ മാം, സോറി ട്ടോ. സോറി പറയുന്നുണ്ട്. ഓക്കെ, ഈ അഞ്ജലിനെ അല്ലേ ഞാൻ ലാസ്റ്റ് വൈവ ചെയ്തേ? അതെ മാം. മഷ്റീഫിനെയായിരുന്നു ലാസ്റ്റ്. മഷ്റീഫിന്റെ തൊട്ട് മുമ്പേ നീ കുറച്ച് വെയിറ്റ് ആദ്യം ചോദിച്ചു, പക്ഷെ ബാക്കി എല്ലാവരും ദൂരേന്ന് വരുന്നവരായത് കാരണം അഞ്ജലി അടുത്തുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ബട്ട് കുഞ്ഞു ബേബി ഉണ്ടായിരുന്നു, പെട്ടെന്ന് വിടണ്ടായിരുന്നു. പക്ഷെ ആ ഒരു അവസരത്തിൽ ഈ പറഞ്ഞ പോലെ വൈവ ചെയ്യാൻ ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സോ വന്നവർക്കെല്ലാം വളരെ നിങ്ങൾക്ക് അത്രയും ദൂരം വന്നതിൻ്റെതായ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തതിന്റെ റിട്ടേൺസ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. വരാത്തവർക്ക് നിങ്ങൾ അത് പകർന്നു കൊടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് വീക്ക് കുറച്ച് പേരെ കൂടെ കാണാം, MT9 കൂടെ. ഓക്കെ, യെസ്, ഗുഡ് മോർണിംഗ്. എല്ലാരും സാറ്റർഡേ പോണട്ടോളൂ. ജിഷ മാം ഈ കാണുന്ന ആളല്ല, നേരിട്ട് കാണാൻ എന്ത് ക്യൂട്ടാന്നോ. ഞാൻ ധന്യോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ഉറക്കെ പറയണേന്ന്. അതാണ് ധന്യ ഹോൾ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. ഇല്ല മാം, എല്ലാവരും പറഞ്ഞു നിഷ മാമിനെ കാണുന്ന പോലല്ല. മിസ് ചെയ്തു. 12:30 എത്തിയത്. കുറേ സമയം മിസ് ചെയ്തതിനെ ശരിക്കും മിസ് ചെയ്തു. ശരിക്കും പ്രിപ്പയർ ചെയ്ത് പറയണം എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. മാമിനെ കണ്ടപ്പോ ശരി മാമുമായിട്ട് നമ്മൾ ഓക്കെയാണ്, അതാണ് ശരി, ചെയ്തോളാം വൈവ. ഇനിയിപ്പൊ പിന്നീട് ആരാന്ന് അറിയില്ലല്ലോ. ടീച്ചേഴ്സ് എല്ലാരും എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കുറച്ചുകൂടെ ഭയങ്കര നിങ്ങളെ കെയർ ചെയ്ത് അവര് വൈവ ചെയ്യുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ധന്യയുടെ സ്നേഹം പല വഴിയായിരുന്നു കേട്ടോ. എനിക്ക് ലെമൺ റൈസ് ഒക്കെ തന്നു, ഒരു പൊതി, വലിയൊരു പൊതി. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊന്ന് ഉണ്ടാക്കണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കും, പക്ഷെ മടി പിടിക്കും. പക്ഷെ എന്തായാലും എന്നെ തേടി വന്നൊരു ലെമൺ റൈസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ക്ലാസ് എടുക്കുമ്പോഴേ മാമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്താണെങ്കിൽ ഞാൻ ഭക്ഷണം കൊണ്ടുവരുമായിരുന്നു എന്ന്. എത്രയും കഷ്ടപ്പെട്ട് എടുക്കല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ മൊമെന്റ് എന്ന് പറയണത്. താങ്ക് യു മാം. കാരണം എനിക്ക് തോന്നുന്നു അത്ര ലേറ്റ് ആവാൻ കാരണം ഈ ഒരാളായതുകൊണ്ടാ. ടീച്ചേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞേനെ. അതുകൊണ്ട് അല്ലെങ്കിൽ 2 മണിക്കുള്ളിൽ കഴിയാറുണ്ട് സാധാരണ പ്രാക്ടിക്കൽസ്, 10:30 തുടങ്ങിയാലും. അതും 55-60 സ്റ്റുഡൻസ് ഉള്ള സമയത്ത് തന്നെ എല്ലാരും തന്നെ ചെയ്ത് നോക്കുമായിരുന്നു. നമ്മൾ കുറവായിട്ടും നമുക്കത് പറ്റാത്തതിന് കാരണം ഒരുപക്ഷെ ടീച്ചേഴ്സ് അങ്ങനെ കുറവായത് കൊണ്ടായിരിക്കാം. എന്നാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളൊക്കെ വീട്ടിലെ സമയത്ത് തന്നെ എത്തിയെന്ന് വിചാരിക്കുന്നു. കാരണം ദൂരേന്ന് വന്നതും ലേറ്റ് ആയി വന്നതും തന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോ എത്തി എന്നുള്ളത്. മലപ്പുറത്തൊക്കെ ഉള്ളവർ എപ്പോ എത്തി എന്നുള്ളത് അറിയില്ല. എനിവേ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സാറ്റർഡേ വി ക്യാൻ മീറ്റ് അതർ ബാച്ച്. ഓക്കെ, നമ്മളുടെ കോൺവെക്കേഷൻ ഒക്കെ ഒക്ടോബർ നവംബർ ആ ഒരു സമയത്തായിരിക്കും. ഓക്കെ, സോ എവിടെയായിരുന്നു നമ്മള്? അടുത്ത ഏതെങ്കിലും മോണ്ടിസോറി സ്കൂൾ ഉണ്ടെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് പോയി നോക്കും. മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് കാണാം. ചിലർക്ക് വരാനൊന്നും പറ്റാത്തവരെ, എല്ലാവരും പറ്റുന്നവരും പറ്റാത്തവരും ഒക്കെ, കാരണം ഒരു പ്രാവശ്യം ചെയ്താലൊന്നും നമ്മുടെ ഉള്ളിൽ അത് നിൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ചെയ്യുമ്പോൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്ക് അത് ക്ലിയർ ആവുന്നത്. ഈവൻ നമ്മൾ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഒരു പ്രാക്ടിക്കൽ സെഷൻ ആവുമ്പോഴേക്കും ഞങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് ആ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ബൈനോമിയൽ ക്യൂബ്സ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. കാരണം അപ്പോ എന്തൊരു ഫോർസൈറ്റ് ആണ് പറയാം മോണ്ടിസോറിക്ക് ഉണ്ടായിരുന്നത്. അത്രയും ആ ഒരു മൈന്യൂട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് അത് ചെയ്യുന്നത്.
ഏത് മെറ്റീരിയൽ എടുത്ത് നോക്കിയാലും ചുമ്മാ എന്തെങ്കിലും ഒരു ടോയ്സ് ഉണ്ടാക്കുന്ന പോലെയല്ല അവരത് ചെയ്തിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ നോക്കി അനലൈസ് ചെയ്ത് അത് ഓരോ കുട്ടി ചെയ്യുമ്പോഴും എന്തായിരിക്കും കുട്ടി മനസ്സിലാക്കുന്നത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബുക്ക് വാങ്ങാം, ദ ഡിസ്കവറി ഓഫ് ദ ചൈൽഡ്. ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല, മിക്ക ബാച്ചിലോട്ട് ഞാൻ കാണിക്കാറുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിയ മോണ്ടിസോറി ഓരോ മെറ്റീരിയൽസും ഡിസൈൻ ചെയ്തതും ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് ഒരു കുട്ടി മനസ്സിലാക്കുന്നത്, പിന്നെ കുട്ടികൾ അത് ചെയ്തപ്പോൾ കണ്ട ഒബ്സർവേഷൻസ് എല്ലാം ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അധികം റേറ്റ് ഒന്നുമില്ല, ഒരു 300 താഴെ ആയിരിക്കും. ഞാനൊരു 8 years ബാക്ക് വാങ്ങിച്ചപ്പോ തന്നെ 280 അങ്ങനെ എന്തോ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ആ ഒരു റേറ്റിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോ ഓഫർ ടൈമിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് മിക്കവാറും ഓക്കെ. അപ്പൊ വായിക്കാനും നല്ലതാണ്. പിന്നെ ഒരു ജർമ്മൻ ആയതുകൊണ്ട് അവര് ഇംഗ്ലീഷിലേക്ക് അത് എഴുതുമ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളേ ഉള്ളൂ. ബട്ട് അത് വായിക്കാൻ സിമ്പിൾ ആണ്, മനസ്സിലാവും. ഓക്കെ, സോ നമ്മൾ എവിടെയായിരുന്നു? നമ്മള് മോണ്ടിസോറി കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. പാർട്ട് 3 യൂണിറ്റ് 3 അല്ലേ, കഴിഞ്ഞില്ലല്ലോ അത്? 91 വരെയല്ലേ എടുത്തു മാം? 91 ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, പേജ് നമ്പർ ആണ് അവിടെ. ലോ ഓഫ് ഇൻഡിപെൻഡൻസ് എടുത്തോണ്ടിരുന്നു മാം. ഞാനൊരു ബുക്ക് നിങ്ങളോട് എന്താ പറയാ, ഒരു ടൂൾ, ഒരു അസസ്മെന്റ് ടൂൾ പോലെ ഒരു ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? കുട്ടികളുടെയാണോ മാം? പ്രൈമറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബുക്ക് വാങ്ങിയിട്ട് അത് 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അത് ആ ഒരു മറിയ മോണ്ടിസോറി ഡിവൈഡ് ചെയ്ത സ്റ്റേജ് നമുക്ക് ഈ ഒരു യൂണിറ്റിലാണ് വരുന്നത്. നമ്മളിനി ലോ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലേ, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഓക്കെ, ലോ ഓഫ് ഇൻഡിപെൻഡൻസ് ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്നോ? സ്റ്റാർട്ട് ചെയ്തു മാം. ഈ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് പേജോട്ട് എടുക്കാനുള്ള 92. ഓക്കെ, സോ നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കാര്യം പറയുമായിരുന്നു. അതിന്റെ നെസസറി കണ്ടീഷൻസ് നമുക്ക് പറഞ്ഞു. കുട്ടിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ നിന്ന് കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം കുട്ടിക്ക് വേണ്ടത് ഫ്രീഡം കൊടുക്കണം. അവരുടെ ഇന്റേണൽ ആയിട്ട് ടൂൾസ് അല്ലെങ്കിൽ എയ്ഡ്സ്, കുട്ടിയെ അതിനെ ഡയറക്റ്റ് ചെയ്യുന്ന ഇന്റേണൽ ആയിട്ടുള്ള ചില പൊട്ടൻഷ്യൽ, ചില എനർജികളുണ്ട്. അതിലൊന്നാണ് സെൻസിറ്റീവ് പീരീഡും അബ്സോർബർ മൈൻഡും. അവർ വളരെ സെൻസിറ്റീവ് ആയിരിക്കും, കണക്റ്റഡ് വിത്ത് ദ എൻവയോൺമെന്റ്. അവരവരുടെ എല്ലാ സെൻസസും യൂസ് ചെയ്യും. അപ്പൊ അത് സെൻസോറിയൽ മെറ്റീരിയൽസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അബ്സോർബൻ മൈൻഡ് ആണ്. എന്ത് കിട്ടിയാലും അവരങ്ങ് അബ്സോർബ് ചെയ്യും. ഒരു സ്പഞ്ച് പോലെ, സ്പഞ്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ അബ്സോർബ് ചെയ്തെടുക്കുന്ന പോലെ ഇവരും വളരെയധികം അബ്സോർബ് ചെയ്യും. ഓക്കെ, നമ്മള് പറഞ്ഞു ഒരു കുഞ്ഞുങ്ങൾക്ക് അവരൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ
ദാറ്റ് ഇസ് വർക്ക് ടു പ്ലേ. ചുമ്മാ എന്തെങ്കിലും ഒന്ന് കളിക്കുക എന്നുള്ളതല്ല. ആ ഒരു പ്ലേയിലൂടെ അവർ കുറെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ലോ ഓഫ് വർക്ക് എന്ന് പറഞ്ഞത്. വർക്ക് ടു പ്ലേ ആണ്. നമ്മളൊരു ടോയ്സ് കൊടുത്തു, നമുക്ക് ശ്രദ്ധിച്ചറിയായിരിക്കും. ടോയ്സ് കൊടുക്കുമ്പോൾ കുറച്ചു നേരമൊക്കെ അത് അവരിച്ച് കളിക്കും, പിന്നെ അവരത് ഉപേക്ഷിക്കും. പിന്നെ അവര് പോകുന്നത് അവർക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങൾ, വീട്ടിൽ ഇരിക്കുന്ന എന്തെങ്കിലുമൊക്കെ എടുക്കാനായിരിക്കും. അതൊരു കുപ്പിയുടെ അടപ്പാകാം, ഒരു സ്പൂണാകാം, അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അത് വെച്ച് അവര് ആ ഒരു ടോയിനേക്കാളും, ഒരു വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ് ആയിരിക്കും, പക്ഷെ ആ ടോയ് യൂസ് ചെയ്തതിനേക്കാളും കൂടുതൽ ടൈം അവർ ആ പ്ലേറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഒക്കെ അവർ കളിക്കുമായിരിക്കും. കാരണം അവർക്ക് അതാണ് അവരുടെ ഉള്ളിൽ അവരുടെ എന്തോ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, അതുകൊണ്ടാണ് അവരങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ വർക്ക് ടു പ്ലേ എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. മറിയ മോണ്ടിസോറി പറയുന്നത് ഒരു മനുഷ്യൻ സ്വയം ബിൽഡ് ചെയ്യുന്നത്, കൺസ്ട്രക്ഷൻ നടക്കുന്നത് ത്രൂ വർക്കിംഗ് ആണ്. വർക്കിംഗ് ഉദ്ദേശിക്കുന്നത് ത്രൂ ആക്ടിവിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ നമ്മൾ പറഞ്ഞു അഡൾട്ടും കുട്ടികളും തമ്മിലുള്ളത് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അഡൾട്ട് എന്ന് പറയുന്നത് എൻഡ് റിസൾട്ട് ആയിരിക്കും നോക്കുന്നത്. കുട്ടികൾ എന്ന് പറയുമ്പോൾ ആ പ്രോസസ്സ് അവരെ എൻജോയ് ചെയ്യും. അവർക്ക് ആ ഓരോ പ്രോസസ്സ് നമ്മളുടെ വീട്ടിൽ അതുപോലെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഏജിന് പറ്റുന്ന ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം അവർ എന്തൊരു ഹാപ്പി ആയിരിക്കും. ഒരു ജഗ്ഗില് വെള്ളം നിറയ്ക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഏൽപ്പിക്കുമ്പോഴേക്കും ഒരു ഭയങ്കര ഹാപ്പി ആയിരിക്കും അത് ചെയ്യാനായിട്ട്. ഞാൻ ആ മോണ്ടിസോറി സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിറയെ മരങ്ങൾ ഉണ്ടായിരുന്നു. മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുൾ ഭയങ്കര പച്ചയായിരുന്നു ആ സ്ഥലം. ഫ്ലഡൊക്കെ വന്നപ്പോ മുങ്ങിപ്പോയ സ്ഥലമാണ് കേട്ടോ. അതിന് മുമ്പാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ട്. അതിനുശേഷം സ്കൂൾ വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു ഇപ്പൊ. അപ്പം അവിടെ നിറയെ മരങ്ങൾ ഉണ്ടായിരുന്നു. മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തണൽ മരങ്ങളുണ്ട്, ഫ്രൂട്ട്സ് നിറയെയുള്ള മരങ്ങളുണ്ട്, മാവ്, പ്ലാവ്, അങ്ങനെയൊക്കെ കുറെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇലകള് വീണ് കിടക്കും. പക്ഷെ മിറ്റത്തെ ടൈൽസ് ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഗേറ്റിന്റെ അവിടെ നിന്ന് കുറച്ച് പോർഷൻ സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. ബാംഗ്ലൂർ സ്റ്റോൺ പോലെയൊക്കെയുള്ള, പക്ഷെ നാച്ചുറൽ സ്റ്റോൺ പോലെ തോന്നിക്കുന്ന രീതിയിൽ സ്റ്റോൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്. അവിടെ പുല്ലും പിടിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ടൈൽസ് എന്നുള്ള കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം ഇങ്ങനെ ബേബി മെറ്റൽ കുറച്ച് ഭാഗങ്ങളിൽ, ചെളി വരുന്ന ഭാഗങ്ങളിലൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. കുട്ടികളെ വെറ്റിത്തിറങ്ങുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ നല്ലപോലെ മണലും ഒക്കെ ഉള്ള ഒരു സ്ഥലം. അപ്പൊ ഈ മരങ്ങളുടെ ഇല ഇങ്ങനെ നിറയെ വീഴും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇല പറക്കിയെടുക്കാൻ. കുട്ടികൾക്ക് അവർക്ക് ടോയ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, അവർക്ക് ഈ ഇല പറക്കിയെടുക്കുകയാണ് ഭയങ്കര ഇഷ്ടം. നമ്മൾ കൗണ്ടിങ് പഠിപ്പിക്കുന്നത് അങ്ങനെയായിരുന്നു. ഈ ലീഫ് അവർ കളക്ട് ചെയ്തുകൊണ്ട് വരണം. അപ്പൊ ഭയങ്കര ഉത്സാഹമാണ്. ഓരോരുത്തരും ഓടിപ്പോയി ലീഫ് കുറെ അങ്ങനെ അവർക്ക് കയ്യിൽ കിട്ടുന്ന അത്രയും കളക്ട് ചെയ്തുകൊണ്ട് വരും. എന്നിട്ട് അവരെ കൊണ്ട് കൗണ്ട് ചെയ്യിക്കും. വീണ്ടും അവർ പോവും. അങ്ങനെ ചെയ്യിക്കുമായിരുന്നു. അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പൊ നമ്മളിപ്പോ അഡൾട്ടിന്റെ അടുത്ത് ലീഫ് പറക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അഡൾട്ട് വേണ്ട, ഒരു അഡോളസെൻസിലേക്ക് ആയ ഒരു കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ ഇൻട്രസ്റ്റ് കാണിക്കുകയില്ല. ചിലപ്പം ചെയ്തില്ല എന്ന് വരും. പിന്നെ നമ്മളുടെ ഇത് ഓർത്തിട്ട് അവര് എന്തെങ്കിലുമൊക്കെ പുറത്തായിരിക്കും പോയി ചെയ്യുന്നത്. പക്ഷെ കൊച്ചു കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ അവർക്കൊരു പ്രൗഡ് ഫീലാ. യെസ്, ഞാൻ എന്തുവാണ്, അതുകൊണ്ടാണ് എന്നെ ഈ ജോലി ഏൽപ്പിച്ചെന്നുള്ളൊരു ഫീല്. അവരുടെ സെൽഫ് എക്സ്റ്റീം കൂടും. ഇനി ലോ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ പറഞ്ഞു, കുട്ടികൾക്ക് എൻവയോൺമെന്റും പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ ഫ്രീഡവും കൊടുക്കണം. ഫ്രീ ആയിക്കുമ്പോഴാണ് അവരത് ചെയ്യുള്ളൂ. അതേസമയം അവർ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ പോയി തടസ്സപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒട്ടും അത് ചെയ്യാനായിട്ട് പിന്നെ പറ്റില്ല. സോ ഇൻഡിപെൻഡൻസ് അതൊരു ആവശ്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം മോന്റെ സ്കൂളില് ഫ്ലാഗ് പോസ്റ്റിങ്ങിന് പോയ സമയത്ത് കുട്ടികൾക്ക് ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് പറഞ്ഞു. ഞാൻ മറിയ മോണ്ടിസോറിയുടെ സ്കൂളിൽ നടന്നൊരു സംഭവമാണ് ഞാൻ അവർക്ക് മെസ്സേജ് ആയിട്ട് കൊടുത്തത്. അതായത് മറിയ മോണ്ടിസോറിയുടെ ഒരു ഫ്രണ്ട്, നിങ്ങൾക്ക് വരുന്നുണ്ട് ഏതൊരു ചാപ്റ്ററില്, മോണ്ടിസോറിയുടെ ഒരു ഫ്രണ്ട് ധാരണ പുറത്തുനിന്ന് നോക്കുന്നവരുടെ വിചാരം എന്താ, ഭയങ്കര ഫ്രീഡം ആണ് മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ള കുട്ടികൾക്ക് എന്തും ചെയ്യാനുള്ള ഫ്രീഡം എന്നല്ലേ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണെന്ന് അതിനുള്ളിലുള്ളവർക്കല്ലേ അറിയൂ. അവര് ആ സ്കൂളിലേക്ക് ചെന്നു കുട്ടികളെ കാണാനും സ്കൂളൊക്കെ കാണാനായിട്ട്. അപ്പൊ അവര് ചോദിച്ചു കുട്ടികളുടെ അടുത്ത്, നിങ്ങൾക്ക് ഇവിടെ എന്തും ചെയ്യാനുള്ള ഫ്രീഡം ആണല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അതില് മുതിർന്ന കുട്ടികൾ ഉണ്ടാവുള്ളൂ, 3 to 6 years. അവര് അത്രയും വർഷം, ആ ഒരു 3 years ആകാറായി, ആ ഒരു ടൈം അവിടെ നടന്നുകൊണ്ട് അവർക്ക് കുറെ കാര്യങ്ങൾ അറിയാം. അപ്പൊ ആ കുട്ടികൾ പറഞ്ഞതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങളുടെ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നു, അതാണ് ഞങ്ങളുടെ ഫ്രീഡം. വി ലൈക്ക് വാട്ട് വി ഡു. ഞങ്ങൾ ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നു,
ആ ഒരു സെന്റൻസിന്റെ ഡിഫറൻസ് നിങ്ങൾ ഓർക്കണം. വി ലൈക്ക് വാട്ട് വി ഡു, വി ഡു വാട്ട് വി ലൈക്ക്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? വി ലൈക്ക് വാട്ട് വി ഡു, വി ഡു വാട്ട് വി ലൈക്ക്. നമ്മൾ ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നു, മറ്റത് നമ്മൾ എന്ത് ചെയ്യുന്നോ അത് ഇഷ്ടപ്പെടുന്നു. വി ലൈക്ക് വാട്ട് വി ഡു, നമ്മൾ ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നു അല്ലെ. വി ഡു വാട്ട് വി ലൈക്ക്, ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യുന്നു എന്നല്ലേ. വി ഡു വാട്ട് വി ലൈക്ക്, വാട്ട് വി വിഷ്, നോ വാട്ട് വി, ആ രീതിയിൽ. അപ്പോ ഈ ഒരു മൈന്യൂട്ട് ഡിഫറൻസ് ഇത് എക്സാമിന് ചോദിച്ചപ്പോൾ ഞാൻ ക്ലാസ്സിൽ പലതവണ പറഞ്ഞതാണ്. അപ്പൊ ഒരു മെയിൻ എക്സാമിനും അല്ലാതെയുള്ള എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സിലും പറഞ്ഞ് കേട്ടിട്ടുള്ളവർക്കും റിപ്പോർട്ട് ക്ലാസ് കണ്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അല്ലാതെ വരുന്നവർക്കൊക്കെ അതൊരു കൺഫ്യൂസിങ് ആയി. ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം. വി ലൈക്ക് വാട്ട് വി ഡു, കുട്ടികൾ പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, അതാണ് ഞങ്ങളുടെ ഫ്രീഡം. അവരത് ചെയ്യുന്നതിന് അവർ ഇഷ്ടപ്പെടുന്നു, അവർക്കത് ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം അവിടെ ഉണ്ട്. അപ്പോ ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് അത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. വീട്ടിൽ ചിലപ്പോൾ സമ്മതിക്കാത്ത ചില കാര്യമായിരിക്കാം, ജഗ്ഗില് വെള്ളം നിറയ്ക്കണത്, പൾസസ് ഒക്കെ കണ്ടെയ്നറിൽ നിറയ്ക്കുന്നത്, അതൊക്കെ നമ്മുടെ മോണ്ടിസോറിയിൽ ചെയ്യിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അവർക്ക് ഇഷ്ടമുള്ളൊരു മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്ന് അവർക്കത് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഞങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, അതാണ് ആ കുട്ടി പറഞ്ഞ മറുപടി. ഈ ഒരു മെസ്സേജ് ഞാൻ കൊടുത്തു. ഭയങ്കര സ്പീച്ച് ഒന്നും നടത്തില്ല, ഈ 2 സെന്റൻസിൽ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഫ്ലാഗ് പോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റാലി എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും സിസ്റ്റേഴ്സിന്റെ കോൺവെന്റ് ആണ്. സിസ്റ്റേഴ്സും ടീച്ചേഴ്സും വന്നിട്ട് എന്നോട് പറഞ്ഞേ ആ മെസ്സേജ് നല്ലതായിരുന്നു, കാരണം കുട്ടികളോട് അങ്ങനെ പറഞ്ഞു കൊടുത്താലേ അവർക്ക് മനസ്സിലാവുള്ളൂ, അല്ലാതെ നമ്മൾ കുറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു സിസ്റ്റർ മോണ്ടിസോറിയിലെ ഒരു കൺസെപ്റ്റ് ആണ് അറിയാം, മോണ്ടിസോറിയുടെ കുട്ടികൾ പറഞ്ഞൊരു കാര്യമാണെന്ന് ഞാനിങ്ങനെ പറയുന്നുണ്ടായി. അപ്പൊ നമ്മൾ ചെയ്യുന്നതിന് ഇഷ്ടപ്പെടുന്നു, അതാണ് കുട്ടികൾ ഫ്രീഡം ആയിട്ട് കണ്ടത്. അല്ലാതെ നമുക്ക് തോന്നിയത് ഇഷ്ടപ്പെടുക എന്നുള്ളതല്ലല്ലോ. അതായത് ചുറ്റുപാടിനെയും മറ്റുള്ളവരെയും ഡിസ്റ്റർബ് ചെയ്യാതെ ഞങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യും, അതിന് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, അതാണ് കുട്ടികൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ഒരു ഒരാൾ ഇൻഡിപെൻഡന്റ് ആകണമെങ്കിൽ അയാളെ ഫ്രീ ആക്കി വിടണം അല്ലെ. അയാളെ കെട്ടിയിട്ടിട്ട് ഇൻഡിപെൻഡന്റ് ആക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ഇൻഡിപെൻഡൻസ് പറയുന്നത് ആളെ ഫ്രീ ആക്കി വിടുക. ആ ഒരു ഇൻഡിപെൻഡൻസ് നമ്മള് ഓഗസ്റ്റ് 15th എല്ലാവരും ഭയങ്കര ആഘോഷങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു വേൾഡില് പീസും യൂണിറ്റിയും ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഫ്രീഡം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിയാം മോണ്ടിസോറിയുടെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു. നമുക്കറിയാം ഓഗസ്റ്റ് 15th നമുക്ക് ഫ്രീഡം കിട്ടി എന്നുള്ളത് അറിയാം. അതുപോലെ എത്രയോ കൺട്രീസില്. പക്ഷെ അറിയാം മോണ്ടിസോറി ഇത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഹോൾ യൂണിവേഴ്സില്, ഹോൾ വേൾഡില് പീസ്, യൂണിറ്റി, ലവ് ഇതെല്ലാമാണ് വേണ്ടത്. അതിന് നമുക്ക് ഫ്രീഡം തന്നെ വേണം. അല്ലാതെ ആരുടെയെങ്കിലും അടിമയായി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. ഓക്കെ, അവര് പറയണത് നമ്മൾ കേൾക്കേണ്ടവരും. ഇതെല്ലാം അവരുടെ ഓരോ തോട്ട്സും അവര് പറഞ്ഞ പല കാര്യങ്ങളും റിലേറ്റഡ് വിത്ത് കിഡ്സ് ആയിരുന്നെങ്കിൽ പോലും ഹോൾ വേൾഡിന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയായിരുന്നു. ഓക്കെ, കുഞ്ഞുങ്ങളൊരു ഏകദേശം ഒരു വയസ്സൊക്കെ എത്താറാവുന്നത് വരെ ഫുള്ളി ഡിപ്പെൻഡന്റ് ആയിരിക്കും അല്ലെ. അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ആരെങ്കിലും വേണം. അവര് പതുക്കെ ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് തുടങ്ങുമ്പോൾ അവരെ അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. പലപ്പോഴും അവർ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇടാൻ, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഷൂ ഇടാൻ, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ കുട്ടികൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അമ്മമാര് വേറൊന്നും കൊണ്ടല്ല, തന്നെ ചെയ്താൽ അത് ശരിയാകില്ല എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും പാരന്റ്സ് അവരെ അതിന് സമ്മതിക്കാത്തത് പലപ്പോഴും. പിന്നെ അതുമല്ല, കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ മുഴുവനും ആകും, ഒന്നും ആളുടെ വായിക്കകത്തേക്ക് പോവില്ല, വിശപ്പ് അത് മാറില്ല, ഭക്ഷണം ശരിക്കും ഉള്ളിലെത്തില്ല എന്നൊക്കെ ഉള്ള ഒരു കൺസേൺ കൊണ്ടാണ് പലപ്പോഴും പാരന്റ്സ് ഇത് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം ലെഫ്റ്റും റൈറ്റും തിരിച്ചായിരിക്കും മിക്കവാറും അവർ ഷൂ ഇടുന്നത്. അപ്പൊ അത് കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അതിനെ തടസ്സം നിൽക്കുന്നത്. പിന്നെ ചില സമയത്ത്
നരച്ച് ഡ്രസ്സ് തന്നെയായിരിക്കും അവർക്ക് ഇഷ്ടം. പുതിയത് നമ്മൾ എത്ര വാങ്ങി വെച്ചാലും അവർക്കൊരു ഡ്രസ്സിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഡ്രസ്സ് അല്ലാതെ വേറെ ഒരെണ്ണം എടുക്കാനായിട്ട് അവർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. അതൊക്കെയാണ് വരുന്നത്. പക്ഷേ നെക്സ്റ്റ് ഇൻഡിപെൻഡൻസ്, നമ്മൾ അവരെ അതിന് വേണ്ടി സമ്മതിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒബേ ചെയ്യാൻ തുടങ്ങും. ദാറ്റ്സ് എ ഡിഫറൻസ്. അവര് ഒബേ ചെയ്യാനായിട്ട് തുടങ്ങും. അവര് പിന്നെ നമ്മളെ അനുസരിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ നമ്മൾ ഫ്രീ ആക്കുമ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആകുന്നു. ആ ഇൻഡിപെൻഡൻസിന് നമ്മൾ തടസ്സം നിൽക്കാതെ വരുമ്പോഴും അവരിൽ ഒബീഡിയൻസ്, ഡിസിപ്ലിനും ഒബീഡിയൻസും വരും. നമുക്ക് ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പണിഷ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. തന്നെത്താനെ അവർ ഒബീഡിയന്റ് ആവുന്നു, ഡിസിപ്ലിൻ തന്നെ വരും. ഓക്കെ, സോ ആ ഒരു പാരഗ്രാഫ് കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്. സോ നെക്സ്റ്റ് മിക്കവാറും നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് ഞാൻ പറഞ്ഞിരുന്നോ എന്നറിയില്ല. നിങ്ങൾ വരുമ്പോ വായിച്ചിട്ട് വരിക, നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓരോ പാരഗ്രാഫ് വായിച്ച് ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. അത് ഓക്കെ അല്ലാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് പഴയതുപോലെ തന്നെ വായിച്ച് പോവാം. കാരണം ടൈം എടുക്കും, കുറേ ടൈം എടുക്കും ഇത്. ബട്ട് ഒന്നും സ്കിപ്പ് ചെയ്യില്ല, നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. വായിച്ചിട്ട് വരും, കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ ഇനി എവിടെ തുടങ്ങിയാൽ വായിക്കണ്ടേന്ന് വെച്ചൊന്ന് വായിക്കാമോ? നെക്സ്റ്റ് പേജ് ആണെങ്കിൽ ആ 3 പാരഗ്രാഫ്സ് വായിക്കാം. കറസ്പോൺസ് ഈ പേജ് അല്ലേ മാം? 92 അല്ലേ മാം? എന്റെ പേജ് നമ്പർ ആയിട്ടല്ല, അതന്നെ 92 ഓക്കെ. Power of attention. Corresponds to experience such as learning to walk, talk, reason, and so forth. No animal, however independent, can be free in the sense in which a man can achieve freedom, for the independence of choice is bound with the power to think and reason. To bring up independence in Montessori environment, firstly, the child must be given chance to work with material in the environment. Never do what the child can do for himself. No one can be free unless he is independent. Therefore, the first active sign of the child's individual liberty must be instructed that through activity he may acquire independence. We generally serve children, and this is not only an act of servility towards them, but it is insecure, since it tends to suffocate their useful, spontaneous activity. Our duty towards him is, in every case, of helping him to make a takeover of such useful acts as nature planned that he should perform. ഓക്കെ, സോ ഒരു കുട്ടിയെ ഇൻഡിപെൻഡന്റ് ആക്കാനായിട്ട് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മോണ്ടിസോറി പറയുന്നുണ്ട്. ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ആ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കൊണ്ടുവരിക. അതായത് കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ്, അതിനുള്ള ഒരു സ്പേസ്, ടൈം അവിടെ കൊടുക്കുക. അല്ലാതെ നമ്മൾക്ക് ഇഷ്ടമുള്ളത് കുട്ടിയെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. കുട്ടി തന്നെ ചെയ്യുന്നത് നമ്മൾ അവന് വേണ്ടി ചെയ്തും കൊടുക്കരുത്. അതുപോലെ ഫ്രീ ആക്കാതെ ആരും ഇൻഡിപെൻഡന്റ് ആകില്ല. അതേസമയം നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, കുട്ടി ഇങ്ങനെ വെറുതെ ഇരിക്കുവാണെങ്കിൽ ദാറ്റ് മീൻസ് അവൻ ഇൻഡിപെൻഡന്റ് അല്ല, അവൻ തന്നെ ചെയ്യുന്നില്ല ഒന്നും. നമ്മൾ അതിനുള്ള ഒരു സ്പേസ് അവന് കൊടുക്കുന്നില്ല. ഫസ്റ്റ് വേണ്ടത് കുട്ടിക്ക് വേണ്ടുന്ന ഒരു ലിബർട്ടി, ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുക. ആ ആക്ടിവിറ്റി അവൻ തന്നെ ചെയ്യട്ടെ. ആ ഒരു പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്, നമ്മളിപ്പോ മെറ്റീരിയൽസിനൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും അവൻ തന്നെ ചെയ്യുമ്പോൾ അതിൽ മിസ്റ്റേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. ബട്ട് ആ ഒരു ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അവൻ അതിന്റെ എറർ മനസ്സിലാകുന്നത്. ഇനി അതല്ല, കുട്ടിക്ക് നമ്മളുടെ സപ്പോർട്ട് വേണം. കാരണം നമ്മളുടെ റോൾ അവിടെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക കുട്ടി ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. കാരണം ഒരു പ്രാവശ്യം ചെയ്തു ശരിയായില്ല, വീണ്ടും രണ്ടാമത് ചെയ്തു ശരിയായില്ല, 3 times 4 times അങ്ങനെ ഒന്നും ശരിയാകുന്നില്ല. അപ്പൊ അവന്റെ ബോഡി ലാംഗ്വേജ് നമ്മൾ ചിലപ്പോൾ നോക്കും, അല്ലെങ്കിൽ നമ്മളെ വിളിക്കും, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് വന്നിട്ട് അത് ചെയ്ത് കാണിക്കാൻ ആ രീതിയിൽ പറയുന്ന സമയത്ത് നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ. അല്ലാതെ നമ്മൾ പോയി തടസ്സപ്പെടുത്തുന്നില്ല ശരിക്കും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. അങ്ങനെ ചെയ്യുമ്പോൾ അവർ വല്ലാതെ സഫോക്കേഷൻ അനുഭവിക്കും. ഈ ഞാൻ ഒബീഡിയൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, അവര് തന്നെ ഇവർക്ക് ആ ഒരു ഫ്രീഡം കൊടുക്കുമ്പോൾ അവര് സമ്മതിക്കുന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട്, ഞങ്ങൾ ഒരു 3 ഫാമിലി ഉണ്ട്. അതില് എനിക്ക് 2 കുട്ടികള്, മോളും മോനും.
വേറെ ഒരു ഫാമിലിക്ക് 2 പെൺകുട്ടികള്, വേറെ ഒരാൾക്ക് ഒരു മോള്. അങ്ങനെ അപ്പൊ അങ്ങനെ ഞങ്ങൾ 3 ഫാമിലി ആയിട്ട് വർഷത്തിൽ ഒരിക്കൽ എവിടെയെങ്കിലും ഒന്ന് പോകും. അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയത് വണ്ടർലയിലായിരുന്നു. അവിടെ ഒരു 11 o'clock ആയപ്പോ കയറി. എങ്ങനെയൊക്കെ വന്നാലും അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ആ സമയം തിരുമുന്ന സമയമാകുമ്പോഴേ നമ്മൾ ഇറങ്ങുമല്ലോ. ഒരു 7 മണിയായപ്പോ ഞങ്ങൾ ഇറങ്ങി. അപ്പൊ ഈ വെള്ളത്തിൽ ചാടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നതാണ്. നമ്മൾ ഫോട്ടോസ് ഒന്നും എടുത്തില്ലല്ലോ. ഒരു ഫോട്ടോ എടുക്കാം എന്ന് കരുതിയിട്ട് ഈ വണ്ടർലയുടെ ഫ്രണ്ടിൽ അതിന്റെ ഒരു വണ്ടർല എന്നൊക്കെ എഴുതിയ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്ന് പിക്ക് എടുക്കാന്ന് വിചാരിച്ചപ്പോ അവിടെ ഒരു കോൺ ഐസ്ക്രീമിന്റെ ഒരു ഇത് കണ്ടു. അപ്പൊ എന്നാ പോയി ഐസ്ക്രീം വാങ്ങുന്നു കരുതിയിട്ട് കുട്ടികളും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീം കഴിച്ചിട്ട് ഈ ഐസ്ക്രീം കഴിക്കുന്നതിന് മുമ്പ് ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുക കേട്ടോ. അപ്പൊ അതിൽ ഏറ്റവും ചെറിയ മോളുണ്ട്. ആ മോള് പറഞ്ഞു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു ഫോട്ടോ എടുത്തിട്ട് കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ കുട്ടി ഓക്കെ, കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുൾ ആക്ടിവിറ്റി ആയിരുന്നു. ഫുൾ ഡേ വെള്ളത്തിലുള്ള ചാടി മറിയലായിരുന്നില്ലേ, അത് മുഴുവൻ കിട്ടി. ഇഷ്ടപ്പെട്ട കമ്പനി ആയിരുന്നു. അങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടി. അങ്ങനെ 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 വന്ന് ലാസ്റ്റ് ഇതിന്റെ പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴാണ് ഐസ്ക്രീം കാണുന്നത്. അപ്പൊ അങ്ങനെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്നു. അപ്പൊ നമ്മളിങ്ങനെ ചറ ഫോട്ടോ എടുക്കും കേട്ടോ. ആദ്യം ഫുൾ ഫാമിലി എടുക്കുന്നു, കുട്ടികൾ മാത്രം എടുക്കുന്നു, ഓരോ ഫാമിലിയെ സെപ്പറേറ്റ് എടുക്കുന്നു, ഓരോ പിന്നെന്താ ഹസ്ബൻഡുമാര് മാത്രം നിന്നെടുക്കുന്നു, വൈഫുമാർ മാത്രം നിന്നെടുക്കുന്നു. അപ്പൊ ഈ കുട്ടി ക്ഷമയോടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ സൈഡില്. കുറെ നേരം ഈ ഫോട്ടോ എടുക്കല് തുടങ്ങിയിട്ട്. ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഫോട്ടോ നോക്കുന്നു. നമ്മൾ ഈ ഐസ്ക്രീമിന്റെ കാര്യം ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോയിട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആ മോള് വളരെ പേഷ്യന്റോട് കൂടി ഇരിക്കുവാണെങ്കിൽ ചോദിക്കുക, ഇനി നമുക്ക് ഐസ്ക്രീം കഴിക്കാം. കാരണം അത്രയും ക്ഷമ ആ കുട്ടി കാണിച്ചു. ഒബീഡിയൻസ്, ആ ഒരു ഡിസിപ്ലിൻ, ഒബീഡിയന്റ് വന്നതാ. കാരണം പകല് മുഴുവനും അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു. എല്ലാ ഫ്രീഡവും ആയിരുന്നു. എവിടെയും അവർക്ക് ഓടിച്ചാടി അറിയായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞ വണ്ടർലേ കൊണ്ടുപോകണം എന്നല്ല ഞാൻ പറയണേ. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ വീടിനകത്ത് തന്നെ ചെയ്യാനായിട്ട് നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന വാശി, പലപ്പോഴും അമ്മമാര് പറയുന്ന ഒരു കാര്യം, ഭയങ്കര വാശിയ കുട്ടിക്ക്, ഭയങ്കര വാശി എന്നുവെച്ചാൽ ആ ഒരു സഫോക്കേഷൻ വരുമ്പോഴാണ് ചില കുട്ടികൾ വാശി പിടിക്കുന്നത്. പിന്നെ മേ ബി ഒരു റീസൺ അതായിരിക്കാം കേട്ടോ. ഒരു റീസൺ കെയർ ഗിവറിന്റെ അടുത്ത് നിന്നുള്ള ശരിയായ സപ്പോർട്ട് സമയത്ത് കിട്ടാതെ വരുന്ന കുട്ടികൾ വാശി പിടിക്കാറുണ്ട്. ഫീഡിങ് പ്രോപ്പറായി നടക്കാത്ത കുട്ടികൾ വാശി പിടിക്കാറുണ്ട്. അത് ഒരു അഡൾട്ട് ആകുമ്പോഴും അവരിൽ അത് ഉണ്ടാവുന്ന പറയുന്നത്. അത് മാറില്ല. ആ ഒരു അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ കെയർ ഗിവർ ആണോ അവരിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ട വരുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം, അമ്മയ്ക്ക് ദൂരെ ജോലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന കുട്ടികൾ പൊതുവെ ഇങ്ങനെ ഒരു സ്വഭാവം കാണിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ അവരെ ഫ്രീ ആക്കുമ്പോൾ അവർക്ക് വേണ്ടുന്നത് പ്രൊവൈഡ് ചെയ്ത്, ഇതിന്റെ ഒപ്പം തന്നെ മോണ്ടിസോറി ചില ഇടങ്ങളിൽ പറയുന്നുണ്ട് ലവ്, വാംത്ത്, കെയർ, അഫെക്ഷൻ ഇതെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ അവർക്ക് ഫ്രീഡം കൊടുത്തു, അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യാനായിട്ട് കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ചില പോസിറ്റീവ് ന്യൂട്രിയൻസ് ഉണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂട്രിയൻസ്, ലവ്, വാംത്ത്, കെയർ, അഫെക്ഷൻ, കമ്പാഷൻ ഇതെല്ലാം അതിൽ വരും. അത് വരുമ്പോഴാണ് അവരെ നമ്മളെ ഒബേ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അവർക്ക് ആ ഒബീഡിയൻസ്, അവരങ്ങ് കാമാകും. അവരുടെ ആ ഒരു സഫോക്കേഷൻ മാറും, വാശി പിടിക്കുന്നത് മാറും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞത് മോണ്ടിസോറി എൻവയോൺമെന്റില് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയലുമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കൊടുക്കുക. കുട്ടി ചെയ്യേണ്ടത് കുട്ടി തന്നെ ചെയ്യാം, മറ്റുള്ളവരെ കുട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുക്കരുത്. നമ്മൾ ഇടയ്ക്ക് പോയി ഇന്ററപ്റ്റ് ചെയ്യുന്നത് കുട്ടിയെ ബുദ്ധിമുട്ടിലുണ്ടാക്കും, ഒരു സഫോക്കേഷൻ വരും, ആ സ്പോണ്ടേനിയസ് ആക്ടിവിറ്റി എന്നുള്ളത് അങ്ങോട്ട് തടസ്സപ്പെടും. അങ്ങനെ അതുകൊണ്ട് നമ്മൾ നാച്ചുറൽ ആയിട്ട് ആ കുട്ടി പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് മറിയ മോണ്ടിസോറി പറയുന്നത്. മോണ്ടിസോറി തന്നെയുള്ള നെക്സ്റ്റ് സെക്കൻഡ് വരുന്നുണ്ട്, തേർഡ് വരുന്നുണ്ട്, ഫോർത്ത്, ലാസ്റ്റ് ഫിഫ്ത്ത് വരുന്നുണ്ട്. അപ്പോ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഒരുമിച്ച് വായിക്കാമോ? Yes, please. Secondly, the child must be encouraged to develop his will. The child's strength must be directed toward a given end in the activities chosen for him. Thirdly, the child must be avoid in developing discipline. They should be given constructive work. Fourthly, the child is required to know and have a knowledge of good and bad. To accomplish this distinction,
The adult must send from limits against destructive and unsociable actions. Directors should never be afraid of destroying what is evil. It is what is good she must fear to destroy. Good being interpreted as any activity which needs to order, harmony, self-development, and therefore to discipline. Evil being anything which needs to the dissipation of the child's creative energies and therefore to disorder. അത്രയും മതിയോ മാം? യെസ്, മതി. ഓക്കെ, സോ സെക്കൻഡ് വണ്ണായിട്ട് പറയുന്നത്, കുട്ടി ആ ആക്ടിവിറ്റി ചെയ്യുവാണ്, നമ്മൾ ഇന്ററപ്റ്റ് ചെയ്തില്ല. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് പാർട്ട് നമ്മൾ എൻകറേജ് ചെയ്യണം. അതായത് ഈ ഒരു ആക്ടിവിറ്റി മേ ബി നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും, സിലിണ്ടർ യൂസ് ചെയ്തിട്ടുള്ള, നോബ്ഡ് സിലിണ്ടർ യൂസ് ചെയ്തിട്ടാണ് കുട്ടി ആക്ടിവിറ്റി ചെയ്യുന്നതെന്ന് വിചാരിച്ചത്. അപ്പൊ 4 ടൈപ്പ് നോബ്ഡ് സിലിണ്ടർ യൂസ് ചെയ്ത് പലതവണ അത് ചെയ്തു, അതിന്റെ കൺട്രോൾ ഓഫ് എറർ മനസ്സിലാക്കി. അപ്പൊ നമ്മൾ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു മോട്ടിവേഷൻ, എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവന്റെ ഓൺ വിൽ എന്ന് പറയില്ലേ, നമ്മളുടെ ഒരു സെൽഫ്, നമ്മളുടെ ഒരു സത്വം എന്ന് പറയില്ലേ മലയാളത്തില്, ആ ഒരു നമ്മുടെ സെൽഫ് ഒരു ഡെവലപ്പ് ആവാൻ, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി, നമ്മുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി, അതിന്റെ വിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യും. ഇപ്പൊ കുട്ടി ഫസ്റ്റ് ടൈം ചെയ്തു, ശരിയായില്ല. സോ നമ്മൾ ഇങ്ങനെയല്ല, തെറ്റാണ്, മിസ്റ്റേക്ക് ആണെന്ന് പറയുമ്പോഴേക്കും അവൻ ആ ഒരു സെൽഫ് ബിൽഡ് ചെയ്യുന്നതിന് അവന് പിന്നെ ഡൗട്ട്ഫുൾ ആകും, തന്നെ അത് ചെയ്യാൻ പിന്നെ ഡൗട്ട്ഫുൾ ആവും. അതേസമയം നമ്മൾ എൻകറേജ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ വീണ്ടും അത് ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ പല തവണ ചെയ്ത് അത് കറക്റ്റ് ആകും, വേറെ മനസ്സിലാകും. അപ്പൊ അവന് ഡെവലപ്പ് ചെയ്യുക, അവന്റെ ഇന്റലിജൻസും ഡെവലപ്പ് ചെയ്യും, അവന്റെ സെൽഫും ഡെവലപ്പ് ആകും. അങ്ങനെ ഓരോ ആക്ടിവിറ്റി എൻഡ് ചെയ്യുന്നതിൽ അവൻ വളരെ കോൺഫിഡന്റ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുവാണ്. ഇപ്പൊ നമ്മൾ കണ്ടു മെറ്റീരിയൽസിൽ പലതും സിമ്പിൾ ആണ്, പക്ഷെ എന്നാലും അതിനകത്ത് കുറേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ആ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, നമുക്ക് ബോർഡാണുള്ളത്, അഡീഷൻ ചെയ്യാനും ബോർഡുണ്ട്, സബ്ട്രാക്ഷൻ ചെയ്യാൻ ബോർഡാണ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാത്തിനും ബോർഡാണ്. അതിൽ സ്ട്രിപ്സ് ഉണ്ട്. ഇപ്പം അഡീഷൻ എടുക്കുവാണെങ്കിൽ സ്ട്രിപ്സ് ഉണ്ട്, 2 ടൈപ്പ് സ്ട്രിപ്പ് ഉണ്ട്, ബ്ലൂ റെഡ് കളർ സ്ട്രിപ്പ്. ചെക്ക് ബോക്സ് പോലെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്, 18 നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. കളർ ഡിഫറൻസ് ഉണ്ട്, നമ്പേഴ്സിനും കളർ ഡിഫറൻസ് ഉണ്ട്, ലൈൻസിലും കളർ ഡിഫറൻസ് ഉണ്ട്. കുട്ടികൾക്ക് ആദ്യം നമ്മൾ ഡെമോ കാണിക്കുമ്പോൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന കാര്യം കാണിക്കുമായിരിക്കും. പക്ഷെ കുട്ടി അത് ചെയ്തതിന് ശേഷം പിന്നെ അവനത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. സ്ട്രിപ്സ് അതിൽ പല രീതിയിൽ പ്ലേസ് ചെയ്ത് പല രീതിയിൽ അവൻ ഗെയിംസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ അവൻ തന്നെ ഇരുന്നൊരു കൺസ്ട്രക്റ്റീവ് വർക്ക്, അതായത് സാധാരണ ഒരു സ്കൂളില് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമേ കുട്ടികൾ, ആ ഒരു രീതി മാത്രമാണ് കുട്ടികൾ ചെയ്യുന്നത്, അല്ലെ? വേറൊരു രീതിയിൽ അവരത് ചിന്തിക്കാനൊന്നും പോകുന്നില്ല. ഞാൻ പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളില്ല, ബോയ്സ് മാത്രമായിരുന്നു കേട്ടോ. അവരുടെ ക്ലാസ് ടീച്ചറായിരുന്നു ഞാൻ. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് കുറേ തിയറി പ്രൂവ് ചെയ്യാനായിട്ടുണ്ടാവും, കുറെ തിയറംസ് ഉണ്ടാവും, ഇതെല്ലാം പ്രൂവ് ചെയ്യണം. അപ്പൊ ഓൾറെഡി ടെക്സ്റ്റിലൊരു മെത്തേഡ് ഉണ്ടാവും പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ആ ഒരു പ്രൂഫ് അവർക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ അതിലും സിമ്പിൾ ആയിട്ട് കുട്ടികള് പല തിയറിയുടെയും പ്രൂഫിന്റെ സ്റ്റെപ്സ് കാണിച്ചു തരും. ഭയങ്കര എന്നുവെച്ചാൽ അത്രയും അവർ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യും. അപ്പൊ ഞാൻ ശരിക്കും അവരെ എൻകറേജ് ചെയ്യും. കാരണം എന്നെ സംബന്ധിച്ച് അത് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം വളരെ സിമ്പിൾ വേ ആയിരിക്കും അവര് യൂസ് ചെയ്ത ആ ഒരു മെത്തേഡ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിനോ നെക്സ്റ്റ് ബാച്ചിനോ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യൂലേ. അപ്പൊ അതാണ് കുട്ടികളുടെ അവരുടെ വിൽ ഡെവലപ്പ് ചെയ്യും, ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഞാൻ അവിടെ തടസ്സം കൊടുക്കുവാണേ, അത് വേണ്ട, നിങ്ങളെ ടെക്സ്റ്റിലെ പോലെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതാവൂലേ, അവരുടെ ആ ഡിസിപ്ലിൻ നഷ്ടപ്പെടും, അവർക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അവർക്ക് മറ്റേതിപ്പോ അവർ ഡിസിപ്ലിൻഡ് ആവും, അവര് പറഞ്ഞതിനെ ആക്സെപ്റ്റ് ചെയ്തു, ഡിസിപ്ലിൻഡായി, ആ ഒരു ഡിസിപ്ലിൻ അവർക്ക് വരും. പിന്നെ നമ്മള് പറയുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് അവർ ഒബേ ചെയ്യും. അത് കൊച്ചു കുട്ടികളാണെങ്കിലും ശരി, വലിയ പിള്ളേരാണെങ്കിലും ശരി.
നമ്മൾ അടിച്ചമർത്തുവാണെങ്കിൽ ഞാൻ ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി, മറ്റു രീതിയിൽ ചെയ്യേണ്ട, ദിസ് ഇസ് ദ റൈറ്റ് വേ എന്നൊക്കെ പറയുവാണെങ്കിൽ കുട്ടികൾ പിന്നെ അനുസരിക്കുകയില്ല, അവർ ശ്രദ്ധിക്കില്ല ക്ലാസ്. എത്ര വലിയ കുട്ടികളാണെങ്കിലും നമ്മൾ ഏത് ക്ലാസ്സിന് എടുക്കുവാണെങ്കിലും ആ ഒരു ഇത് വരും. അവര് പറയുന്നത് റൈറ്റ് മെത്തേഡാണ്, സിമ്പിൾ വൺ ആണെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ അവരും കൂടുതൽ കൂടുതൽ ചിന്തിക്കും. കാരണം അവർക്ക് മനസ്സിലാവും, ഓ ഈ ഒരു മിസ്സിന്റെ ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. മറ്റേത് അതേസമയം നമ്മൾ റേഡിയോ പോലെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്നുള്ള രീതിയിലാണെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ ക്രിയേറ്റീവ് ആയിട്ട് ഒന്നും വരില്ല, അവരൊന്നും ചെയ്യില്ല. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുമ്പോഴേക്കും ആ ഒരു ടീച്ചേഴ്സ് അതിനെ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് നല്ലതായിരുന്നല്ലേ. ഞങ്ങൾ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ടെക്സ്റ്റുകളൊന്നുമില്ല. സിലബസിൽ കുറെ ലിസ്റ്റ് ഓഫ് ടെക്സ്റ്റുകൾ ഉണ്ടാവും റെഫർ ചെയ്യാനായിട്ട്. ആരും പേഴ്സണൽ കോപ്പി ഒന്നും വാങ്ങില്ല കേട്ടോ. അപ്പൊ നമ്മൾ ലൈബ്രറിയിൽ പോയി റെഫർ ചെയ്യും. അത് നമ്മൾ ലെക്ചർ നോട്ട്സ് എഴുതും, നമ്മൾ അല്ലാതെ ടെക്സ്റ്റ് നോക്കി നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. ഇന്റേണൽ എക്സാമും ഉണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടല്ലോ. അപ്പോൾ 150 മാർക്കിലാണ് ടോട്ടൽ. അതിൽ 50 മാർക്സ് ഇന്റേണൽ എക്സാമിന്റെയാണ്, 100 മാർക്സ് ആണ് യൂണിവേഴ്സിറ്റി. പിന്നെ ഞങ്ങൾക്കൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ബുക്സ് കൂടുതൽ റെഫർ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. ഒറ്റ ബുക്ക് മാത്രം ഫോളോ ചെയ്യാതെ പല പല ബുക്സ് നോക്കിയിട്ട് സിമ്പിൾ ആയിട്ട് നോട്ട്സ് എഴുതുമായിരുന്നു. എന്റെ നോട്ട്സ് എനിക്ക് തോന്നി ഇപ്പോഴും കോളേജില് ജൂനിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് തോന്നുന്നു. അപ്പൊ അങ്ങനെ നോട്ട്സ് എഴുതി വെക്കുകയായിരുന്നു. അങ്ങനെ നോട്ട്സ് നോക്കി ആ രീതിയിലായിരുന്നു എക്സാം എടുത്തത്. അപ്പൊ എക്സാം ആകുമ്പോൾ നമുക്ക് ഈസിയാണ്, കാരണം ഇത്രയും ഇങ്ങനെ റെഫർ ചെയ്തു നമ്മൾ ആരെങ്കിലും തന്നൊരു നോട്ട് നോക്കിയല്ലോ പഠിച്ചിരിക്കുന്നത്. പക്ഷെ സാർ ഞാൻ എഴുതിയതിനൊക്കെ വളരെ കുറവ് മാർക്ക് തന്നു, ഫുൾ പോയിന്റ്സ് ഉണ്ടായിട്ട്. ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇതിനകത്ത് എന്താണ് മിസ്റ്റേക്ക്, എന്തുകൊണ്ടാണ് മാർക്ക് ഇത്ര കുറഞ്ഞെന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു, ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് അല്ലല്ലോ റെഫർ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ നമുക്ക് സിലബസിൽ പറഞ്ഞ ടെക്സ്റ്റുകളും അല്ലാതെയുള്ള ടെക്സ്റ്റ് നോക്കി നല്ല കണ്ടന്റ് എന്ന് തോന്നിയത് ഞാൻ നോട്ട് ചെയ്ത് വെച്ച് അങ്ങനെ പഠിച്ചിരുന്നു. അപ്പൊ സാർ പറഞ്ഞു, ഞാൻ ക്ലാസ് എടുത്ത ടെക്സ്റ്റ് അത് നോക്കി അതിൽ മാത്രം എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇന്റേണൽ മാർക്സ് കുറവായിരുന്നു, 9 38 അത്രയും കണ്ടി കിട്ടിയുള്ളൂ. പക്ഷെ എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് നല്ല മാർക്കായിരുന്നു. എനിക്ക് അന്ന് ഭയങ്കര വിഷമം തോന്നി. ഒരു ടീച്ചർ അങ്ങനെ പറഞ്ഞപ്പോ എനിക്കത് ഭയങ്കര വിഷമം തോന്നി. കാരണം നമ്മൾ ഒരു ബുക്ക് മാത്രം റെഫർ ചെയ്യുക എന്നുള്ളതല്ല നമ്മളുടെ ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മാക്സിമം എന്തൊക്കെയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അതുമായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. അത്രയും നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കണം. തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നുള്ളതാണ്. കാരണം ഈ ഒരു PDF മാത്രം നിങ്ങൾ ഫോളോ ചെയ്യാതെ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കൂടുതൽ, കാരണം ചിലപ്പോൾ ഈ PDF ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാകാം. ഞാനിപ്പോ അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ടൈം കുറെ എടുക്കും കറക്റ്റ് ചെയ്യാൻ, കാരണം ഓരോ പോയിന്റും നോക്കണമല്ലോ. അതിന് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സബ്ജക്ട് ഇതുവരെയും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ, ടൈമും ഇല്ല. പക്ഷെ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളുടെ അറിവ് വളരെ പരിമിതപ്പെട്ടു പോകും. അപ്പോൾ കൂടുതൽ മാക്സിമം നിങ്ങൾക്ക് എന്തൊക്കെ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റൂ, എക്സ്പീരിയൻസ് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഡേറ്റ ഒന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതാണ് ഞാൻ നല്ലൊരു മോണ്ടിസോറി സ്കൂൾ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കുന്നത്. ആ മോണ്ടിസോറി സ്കൂളിൽ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു അവരാരും നിങ്ങൾ വരാൻ പറ്റില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു മോണ്ടിസോറി മെത്തേഡ് അറിയാവുന്നവരാണ് ആ സ്കൂൾ നടത്തുന്നതെങ്കിൽ അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ വെൽക്കം ചെയ്യും. അങ്ങനെയാണ്. ആകെ ഒരു റിക്വസ്റ്റ് മാത്രമേ അവർ ചെയ്യുള്ളൂ, കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യരുത്. അവർക്ക് അത്രയും പ്രയോറിറ്റിയാണ് അവിടെ കുട്ടികൾക്ക്. കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഒന്നും ചെയ്യരുത്, നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്തിട്ട് പോകാം. ചിലപ്പോൾ നമുക്ക് കുറച്ച് കുട്ടികളെ തരും, എന്നിട്ട് അവരുടെ കൂടെ ഇരുന്നോളാൻ പറയും. അവര് ആക്ടിവിറ്റീസ് ചെയ്യുന്നൊക്കെ കണ്ടൊക്കെ നമുക്ക് ഇരിക്കാം. അങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് നോക്കൂ. ഇത് കുട്ടികൾക്ക് ഡിസിപ്ലിൻ വരണമെങ്കിൽ നമ്മൾ അവരെ തടസ്സപ്പെടുത്തരുത്. അവരുടെ ഐഡിയാസ് എത്രത്തോളം അവര് എക്സ്പ്രസ് ചെയ്യുന്നു നമ്മൾ അതിനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അവരുടെ ഡിസിപ്ലിൻ വരുള്ളൂ. വൺസ് ഡിസിപ്ലിൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആ ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്ത നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ ഒബേ ചെയ്യാനായിട്ട് തുടങ്ങും. ചില കുട്ടികൾ പറയില്ലേ, ഞാൻ അമ്മ പറഞ്ഞാൽ കേൾക്കാം, അല്ലെങ്കിൽ ഞാൻ അച്ഛൻ പറഞ്ഞാൽ കേൾക്കാം. എന്തുകൊണ്ടാ അവരങ്ങനെ പറയണേ? അവർക്ക് വേണ്ടുന്നത് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഒരു എൻവയോൺമെന്റ് അവർക്ക് വേണ്ടുന്നത് പ്രൊവൈഡ് ചെയ്യും. അവര് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവരുടെ കൂടെ കളിക്കാൻ, എനിക്ക് കഴിഞ്ഞ ദിവസം
പേര് ഞാൻ വിട്ടു. വൈവയ്ക്ക് നിങ്ങളുടെ ബാച്ചിൽ തന്നെ വന്നത് വൈവയില് കുഞ്ഞുമായിട്ട് വന്നതായിരുന്നു. നാഫില. നാഫില പറയുമായിരുന്നു, ഞാൻ കുട്ടിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യും, കാരണം മൊബൈൽ ഒട്ടും കൊടുക്കാതെ നോക്കുന്നു പറഞ്ഞു. കുട്ടിയുടെ കൂടെ അവൾക്ക് മൊബൈലിനെ ചോദിച്ചു വന്നാൽ പോലും കഥ പറയും, പാട്ട് പാടും, ഡാൻസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പൊ മാക്സിമം ടൈം കുട്ടിക്ക് വേണ്ടിയിട്ട് നാഫില സ്പെൻഡ് ചെയ്യാണ്. അപ്പൊ നാഫില പറഞ്ഞതുകൊണ്ട് ഞാൻ അറിഞ്ഞു, ബാക്കി എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം അത്രയും ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ടൈം അത്രയും കൊടുക്കണം എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നല്ലോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞു ഫ്രീഡം കൊടുക്കുന്നു, ഇൻഡിപെൻഡന്റ് ആകുന്നു, ബട്ട് അറ്റ് ദ സെയിം ടൈം അവർക്ക് ഫ്രീഡം കിട്ടുവാണ്. അതുകൊണ്ട് അവരെ ഗുഡ് തന്നെ എപ്പോഴും ചെയ്യണമെന്നില്ലാതെ അവര് ബാഡ് സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇടപെടാം. ഗുഡ് ആൻഡ് ബാഡ് എന്നുള്ളത് അവരും തിരിച്ചറിയണം. അത് ചെയ്യാൻ പാടില്ലായിരുന്നു ആ ഒരു രീതിയിൽ. അപ്പൊ ഗുഡ് ഈവിൾ എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഡയറക്ടേഴ്സ് ഒരിക്കലും അങ്ങനെ ഒരു കേസ് വന്നാൽ ഈവിൾ എന്നുള്ള ഭാഗം ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് മാറ്റിക്കളയുക തന്നെ ഡയറക്ടേഴ്സ് വേണം. സോ ലൈക്ക് ചിലപ്പോ കുട്ടികൾ മെറ്റീരിയൽസ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയോട് പെരുമാറുന്ന രീതിയിലോ അങ്ങനെ എന്ത് തന്നെയായാലും ഒരു ഈവിൾ സൈഡ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇന്റർവീൻ ചെയ്ത് അത് മാറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ 4 പോയിന്റ്സ് പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞത് നമ്മൾ ഇൻഡിപെൻഡൻസ്, ആ ഒരു മെറ്റീരിയൽ ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഒരു ഫ്രീഡം, ഒരു ഇൻഡിപെൻഡന്റ് ആക്കാനുള്ള ഫ്രീഡം കൊടുക്കുന്നു. സെക്കൻഡ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ എൻകറേജ് ചെയ്യിക്കുന്നു, അവരുടെ സെൽഫിനെ ബൂസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, കുട്ടിയിലെ ഒരു ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൺസ്ട്രക്റ്റീവ് വർക്ക്, എല്ലാ മെറ്റീരിയൽസും തന്നെ കൺസ്ട്രക്റ്റീവ് വർക്ക്, അവർക്ക് സെൽഫ് മെയ്ഡ്, ആ ഒരു സെൽഫ് കൺസ്ട്രക്ഷൻ എന്ന് പറ്റുന്ന ഒരു വർക്ക് തന്നെയാണ്. ഫോർത്ത് വൺ, ഗുഡ് ബാഡ് തമ്മില് അത് കുട്ടികളും മനസ്സിലാക്കണം. അങ്ങനെ ഒരു ബാഡ് കണ്ടീഷൻ, ഒരു ഈവിൾ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് അതിനെ ഇല്ലാതാക്കണം. ഇതായിരുന്നു ഫോർത്തിലി പറഞ്ഞത്. ഇൻഡിപെൻഡൻസ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ കൊണ്ടുവരാനായിട്ട് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുമായിരുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് പറഞ്ഞോട്ട് അത് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഒരു ചെറിയ പാരഗ്രാഫ്. Lastly, we are required to provide freedom for the child. Only in an atmosphere of freedom can a child work of himself. The adult will have to play a passive role and realize the child to take control of his surroundings. If the adult remains in just accepting the child, he will not realize his full potential. Maria Montessori assumed that in order to be free, one needs to be independent. ഓക്കെ, സോ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞത് ഫ്രീഡം ഫോർ കുട്ടിക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യാന്ന് പറയും. അപ്പൊ ഒരു ഫ്രീഡം ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ മാത്രമാണ് കുട്ടിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അഡൾട്ട് എപ്പോഴും പാസീവ് ആയിരിക്കണം, സൈഡിൽ ഒബ്സർവ് ചെയ്തുകൊണ്ട്. കുട്ടിയായിരിക്കണം അവിടെ ആക്റ്റീവ് ആയിട്ടുള്ള റോൾ എടുക്കേണ്ടത്. ഒരിക്കലും കുട്ടിയെ കൺട്രോൾ ചെയ്യരുത്. അതായത് അൺസേർപ്പിംഗ് എന്ന് പറഞ്ഞാൽ ടേക്ക് കൺട്രോൾ ഓഫ്, അതാണ്, കുട്ടിയെ കൺട്രോൾ ചെയ്യരുത്. കുട്ടിയെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ഫുൾ പൊട്ടൻഷ്യലും പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല, മനസ്സിലാകില്ല. ഒരു കുട്ടി നല്ല രീതിയിൽ ഒരു കാര്യം ചെയ്യാന്ന് വിചാരിച്ചു, നമ്മൾ ചെന്നത് സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ അവന്റെ ഫുൾ പൊട്ടൻഷ്യൽ അതിലേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മോണ്ടിസോറി അസ്യൂം ചെയ്തത് ഒരു ആളെ ഫ്രീ ഒരാൾ ഇൻഡിപെൻഡന്റ് ആകണമെങ്കിൽ അയാളെ ഫ്രീ ആക്കുക തന്നെ വേണം. നമ്മൾ ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് നമുക്ക് ഫ്രീഡം ഉണ്ടെന്നാണ് അർത്ഥം. അതേസമയം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഫ്രീഡം. ഓക്കെ, സോ ഈ എന്താ പറയാ, ഞാൻ കുറെ നാളിങ്ങനെ വർക്ക് ചെയ്യാണ്ടൊക്കെ വീട്ടിലിരിക്കുകയായിരുന്നല്ലേ. സോ ആ ഒരു ടൈമിലാണെങ്കിൽ പോലും ഹസ്ബൻഡ് എന്നെ കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യിക്കും. ലൈക്ക് ബാങ്കിൽ പോകുന്നതാണെങ്കിലും അങ്ങനെയുള്ള ഓൺലൈൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേ. ഞാൻ പറയണത് എപ്പോഴും ഞാൻ
ഇത് ചെയ്യാനായിട്ട് ഞാൻ അടുത്തുണ്ടാവണം എന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയും. അതേസമയം ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും, അമ്മ ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ് അച്ഛൻ, എല്ലാ കാര്യങ്ങളും അച്ഛനാണ് ചെയ്യുന്നത്. ബാങ്കിൽ പോണതും കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നതും എല്ലാം. ഒരു അച്ഛന് സുഖമില്ലാതായി, ഇങ്ങനെ വയ്യാണ്ടായി, ഇപ്പോഴത്തെ അല്ല കുറേ നാളെ മുമ്പ് ഇതുപോലെ തന്നെ പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കുറച്ചു കാലം വീട്ടിനകത്ത് തന്നെ കഴിയേണ്ടതായിട്ട് വന്നു. അമ്മ ഇങ്ങനെ വരുന്നവരോടൊക്കെ പറയുന്ന ഒരേ സെന്റൻസ് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുക, എനിക്കൊന്നും അറിയണ്ടായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു, ഇപ്പൊ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടു. ശരിക്കും നമ്മള് കൊച്ചുകുട്ടി മാത്രല്ല, നമ്മളെല്ലാരും ഇൻഡിപെൻഡന്റ് ആകും. ചിലര് ഭയങ്കര പ്രൗഡോടുകൂടിയായിരിക്കും അത് പറയുന്നത്, ഞാൻ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, എനിക്ക് എല്ലാം ചെയ്തു തരും. ബട്ട് എന്തെങ്കിലും നമ്മളിത് തന്നെ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടില്ലേ. അപ്പൊ കുഞ്ഞുങ്ങളുടെ കേസ് ആണെങ്കിലും അവരെ തുടക്കം തുടങ്ങിയ ആ ഒരു ഇൻഡിപെൻഡന്റ് ആക്കുവാണെങ്കിൽ വളരെ എന്താ പറയാ, അവര് ഡിപ്പെൻഡന്റ് ആയി ജീവിക്കേണ്ടവരില്ല. അവർക്ക് എല്ലാ കാര്യം പുറത്തു പോയി പഠിക്കേണ്ട വരുമ്പോ, അതുപോലെ തന്നെ എന്താ പറയാ, തന്നെ എവിടെയെങ്കിലും താമസിക്കേണ്ടതായിട്ട് വരുമ്പോ, ജോലിക്ക് പോകുമ്പോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും വരും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ പവർ ഓഫ് അറ്റൻഷൻ. അത് മുഴുവനായിട്ട് വായിക്കാം. ഞാൻ വായിക്കാവേ. Power of attention. Dr. Maria Montessori concluded that at a certain stage in his development, the child becomes sensitive to his environment and interest not seen before. Children use their new power of concentration to consolidate and develop their personality. Children are naturally inspired by colors, smell, noise, or anything that appeals to his five senses. In the Montessori environment, when child do activities, he develops his ability to focus and builds his personality. Originally, children are attracted to materials that appeal to their five senses. Next, the unknown attracts the child, and lastly, it is the known that attracts him to an activity. The child concentrates on those things that he already has in his mind, that he has absorbed in the previous period, for whatever has been conquered has a tendency to remain in the mind to be pondered. അങ്ങനല്ലേ മാം? Concentration is the way that opens up the child to the inherent treasure within him. When the child is able to conceive, hear, replace, and initiative interest based on primitive impulse with intellectual interest. Now he becomes calmer, more controlled, and restored. ഓക്കെ, പവർ ഓഫ് അറ്റൻഷൻ. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞു അവര് വർക്ക് ടു പ്ലേ, അവർക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് അവരൊരു വർക്ക് ചെയ്യുന്ന പോലെ അവരിങ്ങനെ, അവർക്ക് പ്ലേയുമാണ്, ബട്ട് അവരുടെ സെൽഫ് കൺസ്ട്രക്ഷനും കൂടെ അതിൽ നടക്കുക. അറിയാതെ തന്നെ അവരുടെ ഉള്ളിലെ പൊട്ടൻഷ്യലൊക്കെ പുറത്തൂടെ വരും. ഒരു ത്രൂ പ്ലേ ദേ ആർ വർക്കിംഗ്. അപ്പം പിന്നെ പറഞ്ഞു ഇൻഡിപെൻഡൻസ്, അവർക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുമ്പോഴേക്കും അവർ ഇൻഡിപെൻഡന്റ് ആകുന്നു, അവരുടെ സെൽഫ് എസ്റ്റീം കൂടുന്നു, അവരുടെ ഡിസിപ്ലിൻ വരുന്നു, അവർ ഒബേ ചെയ്യാൻ തുടങ്ങുന്നു, അങ്ങനെ അവരുടെ സെൽഫ് ഡെവലപ്പ് ചെയ്യുന്നു, അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ ചുറ്റും നടക്കുന്നത് അവർ അറിയേയില്ല, അവരിരുന്നങ്ങ് ചെയ്യും അല്ലേ. ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് എങ്കിൽ അവർ ഒട്ടും ആ ഒരു കോൺസെൻട്രേഷൻ കാണിക്കില്ല. ഇഷ്ടപ്പെട്ട കാര്യമാവും നമ്മൾ അതിനുള്ള ചാൻസ് നമ്മൾ ആദ്യം കൊടുത്തു, ആ ഒരു ഫ്രീഡം കൊടുത്തു, അവർ ഇഷ്ടപ്പെട്ട ആ ഒരു ആക്ടിവിറ്റി അവർ ചെയ്തുകൊണ്ടിരുന്നു. സോ അവരിൽ പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, ആക്ച്വലി ആ ഒരു 3 to 6 years ആ ഒരു പവർ ഓഫ് അറ്റൻഷൻ വരുന്നു. നെക്സ്റ്റ് അവരുടെ എലമെന്ററി സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ ഒരു കാര്യമായിരിക്കും അവരവരുടെ സ്റ്റഡീസിൽ, അക്കാദമിക്സിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. നല്ല കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല അല്ലെ. ഒരു നല്ല കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ ഏത് തിരക്കിലും ബഹളത്തിലും ഇരുന്ന് അവൻ ഒരു കുഴപ്പമില്ലാണ്ട് പഠിക്കും, അവന് പ്രോബ്ലം ഇല്ല, എന്തൊക്കെയാണോ ചുറ്റുപാട്. കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഇതിന്റെ എല്ലാം 3 to 6 years എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽസ് ആണ് നമ്മൾ പറഞ്ഞു. കുട്ടിയുടെ ഓരോ സ്റ്റേജസിലും വേണ്ടുന്ന കാര്യങ്ങളുടെ
ഫൗണ്ടേഷൻ നടക്കുന്നത്. ഫൗണ്ടേഷൻ കറക്റ്റ് അല്ലെങ്കിൽ പിന്നീടുള്ള ഏജിലൊക്കെ വളരെ ബുദ്ധിമുട്ടും. ആ ഒരു ഫൗണ്ടേഷൻ ഇപ്പൊ ഒരു ടി വി വെച്ചിരിക്കുവാണ് ആ വീട്ടിലെ ആൾക്കാർ, അങ്ങനെ അതിന്റെ ഇടയ്ക്കിരുന്ന് പഠിക്കുമായിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ രീതിയിലൊരു കോൺസെൻട്രേഷൻ ഇവരിൽ വരും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കും കൊച്ചുകുട്ടികളിലെ കാര്യമായ ആ ശ്രദ്ധ വേണോ എന്നൊക്കെ പണ്ടൊക്കെ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവുമായിരിക്കും, അറിയില്ല. പക്ഷെ ആ ഒരു ചെറിയ പ്രായത്തിലാണ് ഇവര് വലുതാകുമ്പോൾ ഇവർക്ക് വരേണ്ട എല്ലാ കാര്യങ്ങളും വരുന്നത്. അതുകൊണ്ടാണ് പഴയ ആൾക്കാർ ഒരു പക്ഷെ പറഞ്ഞു വെച്ചത് ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന്. അപ്പൊ ആ ഒരു ടൈമിൽ ഇവരിൽ ഡെവലപ്പ് ആകുന്നതെല്ലാമാണ് പിൽക്കാലത്ത് അവരൊരു അഡൾട്ട് ആകുന്നവരെ, ഈവൻ ദ ഓൾഡ് ഏജ് വരെ ഈ ഒരു ക്വാളിറ്റി ഒക്കെ വരും, ഈ ഒരു പവർ ഓഫ് അറ്റൻഷൻ, ഈ കോൺസെൻട്രേഷൻ. അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കോൺസെൻട്രേഷൻ വരുന്നു, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. കുട്ടികള് നാച്ചുറലി പലപ്പോഴും ഒരു സെൻസിറ്റീവ് പീരീഡിലാണ്, സെൻസസുമായിട്ട് ഇവർ വളരെ കണക്റ്റഡ് ആണെന്ന് പറയും. സോ കളേഴ്സ്, സ്മെൽ, ഇതെല്ലാം നമ്മളുടെ 5 ഏരിയയിൽ നമ്മൾ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തേക്കുന്നതും അതിനകത്ത് സെൻസോറിയൽ ഏരിയ വരുന്നുണ്ട്, അവിടെ എല്ലാം നമുക്ക് ഈ മെറ്റീരിയൽസ് വരുന്നുണ്ട്. പിന്നെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അവർക്ക് വരുന്നു. പിന്നെ അങ്ങനെ കുട്ടിയുടെ പേഴ്സണാലിറ്റി, അവന്റെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുക ഈ ഒരു ടൈമിൽ തന്നെ. അല്ലാതെ വലുതായി ഒരാൾ ഭയങ്കര ടിപ് ടോപ്പിലെ ഡ്രസ്സ് ചെയ്യുന്നതിനല്ല നമ്മൾ ശരിക്കും പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ചെറു പ്രായത്തിൽ തന്നെയാണ് ആ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. അവരുടെ 5 സെൻസസിനെ ആയിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസുമായിട്ട് കുട്ടികൾ വളരെയധികം അട്രാക്റ്റഡ് ആകുന്നു. ഓക്കെ, കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അവൻ ഓൾറെഡി മനസ്സിലുള്ള പല കാര്യങ്ങളുമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അവൻ കുഞ്ഞിലെ ഉണ്ടായിരുന്നത്, അതായത് ജനിച്ചു തുടങ്ങി 3 വയസ്സ് വരെയുള്ള അത് പലതും ഇങ്ങനെ അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, മനസ്സിൽ ഇങ്ങനെ ഉള്ളിലൊക്കെ ഉണ്ടായിരിക്കും. അത് ഓർമ്മയില്ലെങ്കിലും ആ ഒരു പ്രീവിയസ് കാര്യം അതുമായിട്ട് പീരീഡുമായിട്ട് അവര് ഒരു സെക്കൻഡ് എനിക്ക് തരാമോ, ഒരു കൊറിയർ. Okay, thank you. So, പ്രീവിയസ് പീരീഡിൽ എന്തൊക്കെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് അത് മനസ്സിൽ റിഫ്ലക്ട് ചെയ്യും, പോണ്ടേർഡ് റിഫ്ലക്ട് ചെയ്യും. ആ ഒരു നേരത്തെ പല കാര്യങ്ങളും ഉള്ളിൽ മനസ്സിലാക്കി കോൺകർ ആക്കി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ കുട്ടി ഒരു കളർ കണ്ടു, ഒരു കളർ പൂവ് കണ്ടു എന്ന് വിചാരിക്കുക, പിന്നെ ആ ഒരു കളർ ഡ്രസ്സ് കിട്ടുമ്പോഴേക്കും അതുമായിട്ട് കണക്ട് ചെയ്യും. അല്ലെങ്കിൽ ആ കളറിലൊരു ടോയ് കിട്ടുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യും. ആ രീതിയിൽ മൈൻഡിൽ പല രീതിയിലുള്ള റിഫ്ലക്ഷൻസ് വരും. ഇതാണ് കോൺസെൻട്രേഷന്റെ ഒരു കാര്യം. നമ്മൾക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ചില കാര്യങ്ങൾ കുട്ടികൾ ഭയങ്കര സൂക്ഷ്മതയോടുകൂടി പറയുന്നത്. അല്ലെ, നമ്മൾ മറന്നുപോയ ഒരു കാര്യം അവര് പോയിന്റ് ഔട്ട് ചെയ്യും, ഇതെനിക്ക് അന്ന് കിട്ടിയ അതേ കളറിലുള്ളതാണ് എന്നൊക്കെ പറയും അവർ ചില കാര്യങ്ങൾ കാണുമ്പോൾ. അത് അവരുടെ ഒരു പവർ ഓഫ് അറ്റൻഷൻ ആണ്. ശരിക്കും ആ ഒരു ഫണ്ടമെന്റൽ ടൈം, അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ടു 3 to 6 ഇയേഴ്സിലെ കുട്ടികളെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഓർക്കണം, ഫൗണ്ടേഷൻ ഇടാനായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടവരാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തത് ഒരു ഒബീഡിയൻസും ഡിസിപ്ലിനും ഒക്കെ നെക്സ്റ്റ് ഇതിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന അത്രയും വായിച്ചിട്ട് വരും, അല്ലെങ്കിൽ ഇത് തന്നെയാണെങ്കിൽ ഈ രീതിയിൽ പോകാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈനായിട്ട് പറയട്ടെ മാം. ഓക്കെ. All birds find shelter during a rain, but eagle avoids rain by flying above the clouds. Problems are common, but attitude make difference. APJ Abdul Kalam. Thank you, ma'am. Your wonderful class. Ma from North Parur. Okay, bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Bye bye. Thank you, ma'am. തൃശ്ശൂർ ജില്ലയ്ക്ക് അവധിയാണ്. കുറെ കുട്ടീസിന്റെ ശബ്ദം കേൾക്കുന്നു. തൃശ്ശൂർ ജില്ലയ്ക്ക് അവധിയാന്ന് തോന്നുന്നു അല്ലേ? Thank you, ma'am. Thank you, ma'am.
Bye, ma'am. താങ്ക് യു മാം. Thank you, ma'am.